നമസ്കാരം. മനോരമയുടെ പുതിയ സർവേ കഴക്കൂട്ടത്ത് വി മുരളീധരന് നേരിയ സാധ്യത. ആ പ്രവചനം വായിച്ചപ്പോൾ ആദ്യം തന്നെ പോയി യൂട്യൂബിൽ തപ്പിയത് മനോരമ 2021 ഇതുപോലൊരു സർവേ നടത്തിയിരുന്നു. അന്ന് കഴക്കൂട്ടത്ത് മത്സരിച്ചിരുന്നത് BJPയുടെ ഝാൻസി റാണി എന്നുള്ള നിലയ്ക്കുള്ള ശോഭാ സുരേന്ദ്രനായിരുന്നു. അന്നും ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് വിജയിക്കുമെന്നുള്ള പ്രവചനം നടത്തിയ വീഡിയോ നല്ല അന്തസ്സായിട്ട് ആ സർവേ ഫലങ്ങളെല്ലാം മനോരമ യൂട്യൂബിൽ നിന്ന് മുക്കിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. നാട്ടുകാരെ അത് കാണിച്ച് ഓർമ്മപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം അത് മികച്ച ദീർഘവീക്ഷണമുള്ളൊരു പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും കഴക്കൂട്ടത്ത് വി മുരളീധരന് നേരിയ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. ഈ കഴക്കൂട്ടത്തുള്ളവരോട് തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം, വി മുരളീധരന് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം? അതായത് വി മുരളീധരൻ എന്ന വ്യക്തി അദ്ദേഹം കാരുണ്യവാനാണ്. അദ്ദേഹം പ്രജകളോട് പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വാരിക്കോരി കൊടുക്കുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് വലിയ പ്രചരണം നടത്തുന്നത്. അത് കേട്ട് വിശ്വസിക്കുന്ന വ്യക്തികളോട് പറയാനുള്ള ഒരു ഉപദേശമുണ്ട്. വി മുരളീധരൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം ഒരു മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷമുള്ള വി മുരളീധരനെ നമ്മുടെ നാട്ടുകാർക്കറിയാം. ഈ നാടിന് വേണ്ടി ഒന്നും ഒരു കമാന്നൊരക്ഷരം ഉരിയാടാത്ത, നാടിനു വേണ്ടി കാലണ ചെലവഴിക്കാത്ത, കേന്ദ്രത്തിൽ പോയി സംസ്ഥാനത്തിനെതിരായി കുത്തിത്തിരിപ്പ് നടത്തുന്ന ഒരാളായിരുന്നു അന്നത്തെ കേന്ദ്രമന്ത്രി എന്നുള്ള കാര്യം ഇന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കഴക്കൂട്ട മണ്ഡലം അന്നും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മുമ്പ് അദ്ദേഹം ഈ കഴക്കൂട്ട മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ കഴക്കൂട്ട മണ്ഡലത്തിൽ ഒരു കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഇദ്ദേഹം എന്താണ് വാരിക്കോരി കൊടുത്തത് എന്നൊന്ന് ചോദിക്കണം. കാര്യം കഴക്കൂട്ട മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം, ഒരു കേന്ദ്രമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഹൈമാസ് ലൈറ്റ് എങ്കിലും കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ ഒരു ഹൈമാസ് ലൈറ്റ് കഴക്കൂട്ടത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ വി മുരളീധരൻ എന്നൊരു വ്യക്തി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഈ കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15 വാർഡോളം BJP വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. BJP വിജയിച്ച് കഴിഞ്ഞാൽ ഉടനടി 3 മാസത്തിനകത്ത് സർവ്വ പ്രശ്നവും തീർക്കുമെന്നാണ് പറയുന്നത്. പലയിടങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുകയാണ്. ആ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം തീർക്കേണ്ടത് ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് തീർക്കുക എന്നുള്ളത്. കോർപ്പറേഷൻ ഭരണം BJPക്ക് കിട്ടി. BJPക്ക് കിട്ടിയതിന് ശേഷം ഇവർ തന്നെ അവകാശപ്പെടുന്നു, ഞങ്ങളുടെ ജൽജീവൻ മിഷൻ, ഈ ജൽജീവൻ മിഷൻ ഇതുവരെ നടപ്പാക്കി ഈ പല വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ലേ? മാറാത്തത് മാറുമെന്ന് പറഞ്ഞതിന് ശേഷം അധികാരത്തിൽ വരുന്നു. എവിടെ? കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ പറഞ്ഞ ഏത് വാഗ്ദാനമാണ് ഇതിനോടകം പാലിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചോദിക്കണം. ഏകദേശം 4 മാസം പിന്നിടുകയാണ്. ഈ 4 മാസം കഴിയുമ്പോൾ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമില്ല. അല്ലെങ്കിൽ ഇവർ നേരത്തെ അവകാശപ്പെട്ടത് കണക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിനി എപ്പോൾ കിട്ടുമെന്ന് നമുക്കറിയില്ല. രാജ്യത്ത് ഇതുവരെ ഒളിമ്പിക്സ് കിട്ടിയില്ലെങ്കിലും കോർപ്പറേഷനകത്ത് ഇവർ ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് ബ്ലൂ പ്രിന്റ് ഇറക്കിയ ഏതെങ്കിലും ഒരു കാര്യം ഇതിനോടകം കഴക്കൂട്ടത്ത് നിങ്ങൾ കണ്ടോ? കഴക്കൂട്ടത്തെ ഏതെങ്കിലും പ്രദേശം മാലിന്യമുക്തമാക്കി നിങ്ങൾ കണ്ടോ? മാലിന്യമുക്തമല്ല, മാലിന്യ കൂമ്പാരമാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ ശിവഗിരി സർക്യൂട്ട് എന്നൊരു വമ്പൻ വാഗ്ദാനം വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് കഴക്കൂട്ടത്തുൾപ്പെടെ നൽകിയതാണ്. ഇതുവരെയെങ്കിലും ശിവഗിരിയെ ചേർത്തുകൊണ്ട് ഏതെങ്കിലും സർക്യൂട്ട് ആരംഭിച്ചു, അതായത് പ്രത്യേക റോഡ് ശിവഗിരിയിലേക്ക്, അങ്ങനെ ഒരു സർക്യൂട്ട് ശിവഗിരിയിലും ചെമ്പഴന്തി എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക സർക്യൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇതുവരെയെങ്കിലും അങ്ങനെ ഒരു സർക്യൂട്ട് തുടങ്ങിയതായിട്ട് നിങ്ങൾ കേട്ടോ? പ്രഖ്യാപനം നടത്തും, തൊണ്ട തൊടാതെ വിഴുങ്ങും. പിന്നീട് മറ്റൊരു കാര്യം, വീട് വീടാന്തരം വന്ന് വലിയ പ്രഖ്യാപനം പോലെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 2500 രൂപ തരും എന്ന് ഇവർ മോഹന വാഗ്ദാനം നൽകും. അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ശ്രദ്ധിക്കുക, കേരളമല്ലാതെ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. കാര്യം 2500 കൊടുക്കാമെന്നാണല്ലോ പറയുന്നത്. വേണ്ട, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2000 രൂപ BJP ഭരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുണ്ട് എന്നൊന്ന് ചോദിക്കുക. അവിടങ്ങളിൽ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ പെട്രോളിയം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ അന്താരാഷ്ട്ര വിപണിയിലെ വിലയിടിവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മറുപടി കേൾക്കാം. പിന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വളരെ പണം ചെലവാക്കി പലയിടങ്ങളിലെല്ലാം ഓൺലൈൻ മാധ്യമക്കാർക്കും പണം കൊടുത്ത് അദ്ദേഹം പോസിറ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അദ്ദേഹം 5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം 10 പൈസയുടെ ഗുണമുണ്ടാക്കാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു. രാജ്യസഭയിൽ ഓട് പൊളിച്ചിറങ്ങിയ വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന് മനോരമയ്ക്ക് പൈസ കൊടുത്ത് പറയിക്കുന്നത്. കഴിഞ്ഞ തവണയും പറയിച്ചു. ഇക്കുറി ശബരിമല എന്ന വിഷയം കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ആ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മറുനാടൻ ഷാജൻ സ്കറി
ടിവിക്കും കർമ്മ പോലുള്ള പല ഓൺലൈൻ മാധ്യമങ്ങൾക്കോ അങ്ങോട്ട് പൈസ കൊടുത്ത് വാർത്ത വരുത്തിയതിനപ്പുറം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ആരോപണവും നിലനിൽക്കുന്നില്ല. അപ്പോ പലതരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ ഒരു മണ്ഡലത്തിലെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോൾ കടകംപള്ളി എന്ന വ്യക്തി കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് കഴക്കൂട്ടം മണ്ഡലവുമായിട്ടുള്ള ആത്മബന്ധം എന്താണ്, പൊക്കിൾക്കൊടി ബന്ധം എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കും. കഴക്കൂട്ടത്തിന് എന്ത് വന്നിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് അത്. നിങ്ങൾക്ക് ആശുപത്രികളിൽ പോയാലും സ്കൂളുകളിൽ പോയാലും കഴക്കൂട്ടം ജംഗ്ഷൻ ഉൾപ്പെടെ സമഗ്ര മേഖലയിൽ ഒന്ന് നടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും 10 വർഷം പിന്നെയുള്ള കഴക്കൂട്ടവും ഇപ്പോഴത്തെ കഴക്കൂട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരണ്ട, കണ്ണുകൊണ്ട് കണ്ട് അനുഭവത്തിലൂടെ ബോധ്യപ്പെടാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റിത്തരാം, ഇതെല്ലാം ഞങ്ങളങ്ങ് ഇൻഡോർ പോലെ ആക്കിത്തരാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഒരു ചുക്കും നടക്കില്ല. വാചകമടി കസർത്തിനപ്പുറം ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു നാടും കേരളത്തിനോളം എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണമെന്നാണ് കഴക്കൂട്ടംകാരൻ എന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്.